നമസ്കാരം, വിജിലൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിന്റെ മുൻ DGP ജേക്കബ് തോമസ് സാറാണ്. സാർ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റിയിട്ടാണ്. കായംകുളത്ത് അറ്റോമിക് എനർജി ഉപയോഗിച്ച് വരാനിരിക്കുന്ന വൈദ്യുതി നിലയം നല്ലതിനാണോ? കായംകുളത്ത് നിലവിൽ ഒരു തെർമൽ പവർ സ്റ്റേഷനുണ്ട്, കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന. കായംകുളം ഒരു തുറമുഖമായിട്ടും ഡിക്ലെയർ ചെയ്തിരുന്നു, കാരണം കൽക്കരി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1180 ഏക്കറോളം സ്ഥലമാണ് കായംകുളത്തുള്ളത് സർക്കാരിന്, അല്ലെങ്കിൽ NTPCക്ക്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. 350 കൂടുതൽ മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള താപനിലയമാണ് കായംകുളത്തുണ്ടായത്. നമ്മുടെ കരുണാകരൻ ലീഡറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കേരളത്തിന് ആവശ്യത്തിന് കറണ്ട് ഉണ്ടാവണം, ഇലക്ട്രിസിറ്റി ഉണ്ടാവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണമാണ് കായംകുളം താപനിലയം വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കൽക്കരി വരുന്നുമില്ല, ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നുമില്ല. തീർച്ചയായിട്ടും അത്രയും സ്ഥലം നമുക്കുണ്ട്, പ്രവർത്തിപ്പിക്കണം, അതൊരു കാര്യം. രണ്ടാമത്, ഈ താപനിലയത്തെക്കാളും കുറച്ചുകൂടെ നല്ലൊരു കാര്യം, പൊല്യൂഷൻ വളരെ കുറഞ്ഞുള്ളത് ആറ്റമിക് എനർജി തന്നെയാണ്. പക്ഷേ ആറ്റമിക് എനർജിയെ പറ്റി കേരളത്തിലൊരു പ്രശ്നമുള്ളത്, പണ്ട് കൂടംകുളം ഈ ആറ്റമിക് പവർ സ്റ്റേഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അന്നത്തെ CPMൻ്റെ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പ്രതിഷേധിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയെ വെച്ചിട്ട് തടഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. എന്തെങ്കിലും ഒരു വലിയ പദ്ധതി വരുമ്പോഴത്തേക്കും ഉടനെ അതിന് പ്രതിഷേധം, ധർണ, പിക്കറ്റിങ്, കൊടികുത്തലൊക്കെ ആയിട്ടാണല്ലോ കേരളത്തിൻ്റെ വികസനം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്. പക്ഷേ ഈ തോറിയം ഉപയോഗിച്ചുള്ള ഒരു പദ്ധതി ഇപ്പോൾ കൽപ്പാക്കത്ത് തമിഴ്നാട്ടിൽ ഒരെണ്ണം ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം തോറിയം ഉള്ളത് തമിഴ്നാട്ടിലല്ല, ഏറ്റവും അധികം ലോകത്തുള്ള തോറിയത്തിൻ്റെ 30% കേരളത്തിലാണ് ഉള്ളത്, ഈ ചവറ അല്ലെങ്കിൽ കായംകുളത്തിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ ആ റിസോഴ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പണ്ടേ 30-40 കൊല്ലം മുമ്പേ ഇത് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ ചെയ്യാതെ ഇനിയെങ്കിലും, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും ഈ തോറിയം ഉപയോഗിച്ചുള്ള ഒരു നിലയം, കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നിലയം കായംകുളത്ത് വരണം. അത് 30 കൊല്ലം മുമ്പ് വരേണ്ടതാണ്. അപ്പോൾ അത് ഇനി നാളെയെങ്കിലും വരണമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. കാരണം ഇപ്പോൾ പോലും മഴ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടില്ലല്ലോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മളുടെ റിസോഴ്സ് അല്ലേ തോറിയം, 30% ലോകത്തിൻ്റെ റിസോഴ്സ് നമ്മളിവിടെ കിടക്കുക. അപ്പോൾ അത് വരണം. 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിന് പിന്നിൽ വൈദ്യുതി വകുപ്പാണെന്നുള്ളതിന് അത് ശരിയാണോ? 2018 പ്രളയമുണ്ടായതിൻ്റെ ഒരു കാരണം ഈ മഴ വന്നതനുസരിച്ച് ഡാമിലെ ജലനിരപ്പ് കൂടുന്നത് അനുസരിച്ച് വെള്ളം തുറന്ന് വിട്ട് ഒരു ക്രമീകരിച്ചിരുന്നെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. 2018 ഏകദേശം 5 വർഷം മുമ്പത്തെ കാര്യമാണ്. അതിനുശേഷം വീണ്ടും അതേപോലെയൊക്കെ മഴ ഇവിടെ ഉണ്ടായെങ്കിലും അതുപോലൊരു പ്രളയം എല്ലാ ഡാമും തുറന്നു വിട്ട് ഒരേ സമയം തുറന്നു വിട്ടൊരു പ്രളയം ഉണ്ടായില്ല. അതിൻ്റെ കാരണം അങ്ങനെ ഒരു വീഴ്ച പറ്റിയതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡും ഡാം സുരക്ഷാ അതോറിറ്റി ആയിരുന്നു. ഇന്നിപ്പോൾ അതിന് വേറൊരു സ്ട്രക്ചർ 2021 മുതൽ വന്നു കഴിഞ്ഞു. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റും വാട്ടർ കമ്മീഷനും സയൻറ്റിസ്റ്റും ഒക്കെ ഉള്ള ഒരു വേദിയാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ അന്ന് തീർച്ചയായിട്ടും വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന MM മണി ആയിരുന്നു അന്ന് ഇതിനെപ്പറ്റിയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് പ്രധാന ഡാമുകൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് വെള്ളം കൂടുതൽ സംഭരിച്ച് വെക്കണം, അല്ല വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇതിൽ വെള്ളമെല്ലാം സംഭരിച്ച് വെച്ച് മഴ വീണ്ടും കൂടി, അപ്പം ഇത് ഒറ്റയടിക്ക് തുറന്നു വിടേണ്ടി വന്നു. അങ്ങനെയാണ് പ്രളയം ഉണ്ടായത്. അപ്പം വൈദ്യുതി ബോർഡിൻ്റെ വീഴ്ചയാണ് എന്നുള്ളത് പിന്നീടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഇത് ഉണ്ടാവുന്നില്ല എന്നുള്ളതിൽ നിന്നും ഇപ്പോൾ അതനുസരിച്ച് തുറന്നു വിടുകയും അത് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ബോധം വൈദ്യുതി ബോർഡിനുണ്ടായി. കേരളത്തിലെ എല്ലാ വീടിൻ്റെയും മുകളിൽ സോളാർ പാനൽ വെച്ചാൽ അത് നല്ലതിനല്ലേ? സോളാർ പാനൽ എല്ലാ വീടുകളിലും വെക്കേണ്ടതാണ് തീർച്ചയായിട്ടും. 1-2 കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി പറയാനുണ്ട്. ഒന്ന്, കേരളത്തിലൊരു സോളാർ കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായി. 2013 മറ്റോ ആണ് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു സമയം. അപ്പോൾ ആ കേസ് ശരിക്കും എല്ലാ വീടുകളിലും ഈ പറഞ്ഞ സോളാർ പാനൽ, സോളാർ വൈദ്യുതി, അതായത് സൗരോർജ്ജം ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള വീടുകൾ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഓഫീസുകളിലും എല്ലായിടത്തും വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അന്ന് ഈ സോളാർ കേസ് വരുന്നത് തന്നെ. ഒരു സ്ത്രീ അവരുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച്, അന്ന് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി ഒക്കെ കിട്ടുമായിരുന്നു, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരുടെ പുറകെയൊക്കെ പോയി. രാഷ്ട്രീയക്കാരൊക്കെ അവരെ
പല വിധത്തിൽ ചൂഷണം ചെയ്തു എന്നുള്ളതായിരുന്നല്ലോ അന്നത്തെ പരാതി. ആ പരാതി പിന്നീട് അതെനിവേ ഒരു സ്ത്രീ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടു, ഒരു സംരംഭകയായിട്ട് നമുക്ക് കാണാം. പക്ഷെ അന്ന് ഈ പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള മിക്ക വീടുകളിലും ഓഫീസുകളിലുമൊക്കെ സോളാർ പാനലുകൾ ഉണ്ടായേനെ. ഈ ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ ഈ വെള്ളത്തെയും ഇടുക്കി പദ്ധതിയെയും ഈ തോറിയത്തിനെയോ അല്ലെങ്കിൽ കൂടംകുളത്തിനെയോ ഒന്നും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. കേരളം ഇന്നും ആശ്രയത്തിലാണ്. 1970-കളിൽ ഇടുക്കി പദ്ധതി കമ്മീഷൻ ചെയ്തതിന് ശേഷമൊക്കെ നമ്മൾ ഭയങ്കര സർപ്ലസ് സ്റ്റേറ്റ് ആയിരുന്നു, നമുക്ക് ഇഷ്ടം പോലെ കറണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? പുറത്തുനിന്ന് കറണ്ട് വാങ്ങിക്കേണ്ട ഒരവസ്ഥ, മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പവർ കട്ട് ഉണ്ടാകും എന്നുള്ളൊരു അവസ്ഥ. അപ്പം ഇതിൻ്റെ എല്ലാം കാരണം ആ സോളാർ കേസ് ആണ് പ്രധാനമായിട്ട്. സോളാർ കേസിനെ CPM അതായത് LDF അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കും രാഷ്ട്രീയമായിട്ട് ഉപയോഗത്തിന് അന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് നമുക്ക് സോളാർ എന്നുള്ളൊരു വാക്ക് സെക്രട്ടേറിയറ്റ് മിണ്ടാൻ പറ്റില്ല. അന്ന് ഞാൻ ഈ തുറമുഖ വകുപ്പിൻ്റെ ഒരു ഓഫീസ് മന്ദിരം ഈ വലിയതുറ പണിതു. അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് KSEBയുടെ ഗ്രിഡിൽ നിന്ന് കറണ്ട് എടുക്കാതെ ഒരു ഓഫീസ് ഡയറക്ടറേറ്റ് ആദ്യമായിട്ടുണ്ടായത് അന്നാണ്, 2012 മറ്റോ ആണ്. അപ്പോൾ KSEB ഗ്രിഡിൽ നിന്ന് ഒരു പവർ കണക്ഷൻ നമ്മൾ എടുത്തില്ല. അങ്ങനെ ഒരു ഡയറക്ടറേറ്റ് ആദ്യമായിട്ടാണ് നമ്മൾ കേരളത്തിൽ വന്നത്. പക്ഷേ എനിക്കെതിരെ അന്വേഷണം നടന്നു. കാരണം എന്താണ്? സോളാറാണെന്ന് പറഞ്ഞു. സോളാർ എന്നൊരു വാക്കും മിണ്ടാൻ പറ്റില്ല. അന്നൊരു ഓഫീസിന് പൂർണ്ണമായിട്ട് സോളാർ വെച്ചു. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഈ സോളാർ കേസ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ദുരുപയോഗം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം ദുരുപയോഗം ചെയ്താണെന്നുള്ള ഏകദേശം മനസ്സിലായല്ലോ. കാരണം അതിനുശേഷം ശിവരാജൻ കമ്മീഷൻ്റെ വലിയ നീണ്ട റിപ്പോർട്ട്, അതിനുശേഷം ക്രൈംബ്രാഞ്ച് 2017 കേസെടുത്തു. അപ്പോൾ ഇലക്ഷൻ്റെ വേണ്ടി ഉപയോഗിച്ചു. 2021 ഇലക്ഷൻ്റെ സമയത്ത് CBIക്ക് അന്വേഷിക്കാൻ വേണ്ടി വിട്ടു. എന്നിട്ട് CBIക്ക് അന്വേഷിക്കാൻ വേണ്ടി വിട്ടിട്ട് എന്തായി അവസാനം? അടുത്തെത്തിയിട്ടില്ലല്ലോ. 2013 തുടങ്ങിയതാണ്, ഈ 10 കൊല്ലമായി. അപ്പോൾ ഇതെല്ലാം വെറും രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ 10 വർഷം കഴിയുമ്പോൾ ഒരു വിലയിരുത്തൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അന്ന് ഈ CPM മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ ഈ എല്ലാ വീടുകളിലും എല്ലാ ഓഫീസുകളിലും ഈ സോളാർ പവർ വരാതിരുന്നതിൻ്റെ പ്രധാന കാരണം. അടുത്തിടെ കൊല്ലം ജില്ലയിലെ ഒരു പഞ്ചായത്ത് അംഗം കുറെ നാണയങ്ങളുമായി KSEB ഓഫീസിൽ പ്രതിഷേധം നടത്തി. ഇത് മനഃപൂർവ്വമായിട്ടാണെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമാണ് ഒരു 9 പേരുടെ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ചാക്കുകെട്ട് കണക്കിന് കോയിനുമായിട്ട് പോയി. അപ്പോൾ അവിടെയുള്ള ജീവനക്കാരുടെ ബാക്കി ആർക്ക് വേറെ പണിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി. കാരണം ഇത് എണ്ണി തിട്ടപ്പെടുത്തണമല്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും നല്ല കാര്യമല്ല. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് എന്തോ 20 പ്രാവശ്യം പവർ കട്ട് ഉണ്ടായി, ഇവരോട് പരാതി പറഞ്ഞിട്ട് പരിഹരിച്ചില്ല എന്നാണ് ആ പഞ്ചായത്ത് അംഗം പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവം പറയാം. അതിനുശേഷം 2 ദിവസം മുമ്പ് ഇവിടെ ഒരു വയർ കട്ടായി പോയപ്പോഴത്തേക്കും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് വാട്സാപ്പിൽ കൂടി ഒരു പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള വാട്സാപ്പ് നമ്പറുണ്ട്. ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ ആർക്കും കിട്ടും. ഒരു 4 ഡിജിറ്റുള്ള കംപ്ലയിൻറ്റ് ഇതുണ്ട്. അതിലേക്ക് നമ്മൾ ഞാൻ വാട്സാപ്പ് ഗൂഗിളിൽ നിന്ന് എടുത്ത് വാട്സാപ്പിൽ പരാതി കൊടുത്തു, എൻ്റെ കൺസ്യൂമർ നമ്പറും ഇത് വെച്ചിട്ട്. അപ്പോൾ അതിൽ കൂടെ ചോദിക്കുക എവിടെയാണ് ലാൻഡ്മാർക്ക്, അതൊക്കെ എനിക്കറിയാമായിരുന്നു ലാൻഡ്മാർക്കും കൂടെ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ലാൻഡ്മാർക്കും കൊടുത്തു, കൺസ്യൂമർ നമ്പറും അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ അതിൽ തന്നെ കൺസ്യൂമർ നമ്പർ ഒന്നുകൂടെ വെരിഫൈ ചെയ്തു, ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്തു. ഞാൻ ഒന്നുകൂടെ എഴുതി. അപ്പോൾ എൻ്റെ കംപ്ലയിൻറ്റ് നമ്പർ ഇന്നാണെന്ന് പറഞ്ഞ് വന്നു. ഒരു 5-10 മിനിറ്റിനകം എന്നെ ഫോണിൽ വിളിച്ചു, എന്താണ് പരാതി എന്നുള്ളത് ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ വന്ന് അത് കറക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇന്ന് KSEBക്ക് പരാതി കേരളത്തിലെ ഏത് കൺസ്യൂമറിനും പരാതി വാട്സാപ്പിൽ കൂടെ അറിയിക്കാനും രജിസ്റ്റർ ചെയ്യാനും കംപ്ലയിൻറ്റ് നമ്പർ കിട്ടുകയും 1 മണിക്കൂറിനുള്ളിൽ അത് പരിഹരിക്കുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അപ്പോൾ കൊല്ലത്ത് ആ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. അപ്പോൾ എനിവേ ആ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി അവിടെ ഇരിക്കുന്നതാണ്. അപ്പം ഒരാൾ ഈ കുറേ കോയിനുമായിട്ട് ചെന്ന് അവരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതും അവരുടെ സമയം വഴി കോയിൻ എണ്ണാൻ വേണ്ടി കളയിപ്പിച്ചു എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിക്ക് യോജിച്ചതാണ് എന്ന് ഞാൻ കാണുന്നില്ല. രണ്ടാമത് എൻ്റെ അനുഭവം KSEBയിൽ നിന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അടുത്ത കാലത്ത് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാറുകൾ റദ്ദ് ചെയ്യാൻ പാടില്ല. കാരണം മഴ പെയ്തില്ലെങ്കിൽ പവർ കട്ട് കൂടും. ഇപ്പോഴും ഈ സേവനങ്ങൾ മഴയെ ആശ്രയിച്ചാണോ ഇവിടെ നടക്കുന്നത്? ഇപ്പോഴും മഴയെ ആശ്രയിച്ചാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഴയെ ആശ്രയിച്ചാണ് കേരളത്തിലെ കറണ്ടിൻ്റെ ഒരു ഉൽപ്പാദനം നടക്കുന്നത്. പക്ഷേ മഴയെ ഉള്ള വെള്ളത്തിനെ
നമ്മൾ ശരിയായ രീതിയിൽ സംഭരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളയും മഴയും ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രധാന പ്രശ്നം നമ്മളുടെ ഡാമുകൾ മുഴുവൻ ഈ എക്കൽ വന്നിട്ട് നിറഞ്ഞു. അത് കാലാകാലങ്ങളിൽ അത് ഡ്രെഡ്ജ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഇപ്പം നമ്മൾ ഇങ്ങേയറ്റത്ത് ഡാം കെട്ടിയ സൈഡിലുള്ള ഹൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ ഡാമിൻ്റെ ഒരു വലിയൊരു ഏരിയ ഉണ്ടല്ലോ, ആ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നൊക്കെയുള്ള ഈ മണ്ണൊലിപ്പിക്കൂടെ വരുന്ന അതെല്ലാം കൂടെ എക്കൽ ഇതിൻ്റെ അകത്ത് അടിഞ്ഞതിൻ്റെ കപ്പാസിറ്റി ഒരു ആദ്യം പണിത സമയത്തുണ്ടായതിൻ്റെ എത്രയോ പെർസെൻറ്റേജ് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡ്രെഡ്ജിങ് നടത്തി കപ്പാസിറ്റി പ്രോപ്പറായിട്ട് അതിൻ്റെ എത്രയാണോ ഒറിജിനലുണ്ടായിരുന്നത് അതേ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മഴയും അത് സംഭരിക്കാനുള്ള ഡാമും അത് ആവശ്യത്തിനുള്ള കറണ്ട് ഉൽപ്പാദിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. രണ്ടാമത് ഞാൻ പറയാൻ കാര്യം, അടുത്ത കാലത്ത് ഹിമാചൽ പ്രദേശിൽ വേൾഡ് ബാങ്കിൻ്റെ ഒരു പദ്ധതി വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും വേൾഡ് ബാങ്കും ഹിമാചൽ പ്രദേശും കൂടെ ഈ നവംബർ മാസത്തിലോ മറ്റാണ് അതിൻ്റെ ധാരണാപത്രം ഒപ്പിട്ടത്. ഇതേപോലെ ഹൈഡൽ പദ്ധതി ആണ് അവിടെ വരുന്നത്. 2500 കോടിയുടെ മറ്റു പദ്ധതിയാണ് വരുന്നത്. ഹൈഡൽ പദ്ധതി കൂടുതൽ വരിക. ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ കറണ്ട് ചാർജിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ഹിമാചൽ പ്രദേശിലും ചണ്ഡീഗഡിലും ഒക്കെ കറണ്ട് ചാർജ് നമ്മുടെ കേരളത്തിനേക്കാളൊക്കെ വളരെ വളരെ താഴെയാണ്. പക്ഷേ അത്രയും കറണ്ട് ചാർജ് താഴെ ഉണ്ടായിട്ട് പോലും അവർ വീണ്ടും വെള്ളത്തിൽ നിന്ന് കൂടുതൽ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട്. അവർ അടുത്ത കാലത്ത് മണ്ണിടിച്ചിലും പല പല പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും അവർ, കാരണം ഇപ്പോൾ ഡാം സേഫ്റ്റിയൊക്കെ വളരെ കുറച്ചുകൂടെ ടെക്നോളജി വളരെ വളരെ വികസിച്ചിരിക്കുന്നതുകൊണ്ട് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുക, വീണ്ടും കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് കറണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഹിമാചൽ പ്രദേശ് സർക്കാരിൻ്റെ ഒരു നയം. അപ്പോൾ നമ്മളുടെ ഇവിടെയും നമുക്ക് ആവശ്യത്തിന് ഡാമുകളുണ്ട്. അതിൻ്റെ ഒരു കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മെയിൻ്റനൻസ് ഡ്രെഡ്ജിങ് എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയില്ലെങ്കിലും കറണ്ട് കട്ടുണ്ടാകും എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാകാം. അതൊരു കാര്യം. ആദ്യം ചോദിച്ച ദീർഘകാല കരാറിൻ്റെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനുള്ള സമയത്തായിരുന്നു അങ്ങനെ ഒരു വിഷയമുണ്ടായത്. ദീർഘകാലം 25 വർഷത്തെ കരാർ ഒപ്പിട്ടതിൽ കുറേ വീഴ്ചകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ഇതുണ്ടായത്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ 4 അങ്ങനത്തെ 25 വർഷത്തെ കരാർ റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദ് ചെയ്തപ്പോഴത്തേക്കും KSEB, അതായത് കേരള സർക്കാർ റെഗുലേറ്ററി കമ്മീഷനോട് പറഞ്ഞ് റദ്ദ് ചെയ്യാൻ പാടില്ല, റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 500 കോടിയോളം കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും ഈ കമ്പനികൾക്ക്. എന്ന് മാത്രമല്ല വേനൽക്കാലം ആകുമ്പോഴത്തേനും പവർ കട്ട് വരുമെന്നുള്ളത്. അതിപ്പോൾ ഈ ദീർഘകാല 25 വർഷത്തേക്ക് ഒപ്പിട്ട കരാർ റദ്ദ് ചെയ്യാതിരിക്കാൻ വേണ്ടി സർക്കാർ പറയുന്ന ഒരു ന്യായമാണ് ഈ ദീർഘകാല കരാർ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. കേരളത്തിലെ ഊർജ്ജ വികസനം എങ്ങനെയാണ് വേണ്ടത്? കേരളത്തിലെ ഊർജ്ജ വികസനം, ഈ ഊർജ്ജം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ നമ്മുടെ മന്ത്രിയെ നമ്മൾ വൈദ്യുതി മന്ത്രി എന്നാണ് പറയുന്നത്. പക്ഷേ കേന്ദ്രത്തിൽ നമ്മൾ ഊർജ്ജ വകുപ്പ് മന്ത്രി എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി കേന്ദ്രത്തിൻ്റെ ഊർജ്ജ വകുപ്പ് മന്ത്രിയെ പോയി കണ്ടു, കേരളത്തിലെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി എന്നൊക്കെയാണ് നമ്മൾ വാർത്ത കാണുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ ഈ ഊർജ്ജം എന്നുള്ള ഇതിലേക്ക് വന്നുകൂടാം? മനുഷ്യർക്ക് വേണ്ടത് ഊർജ്ജമാണ്. അത് ഇലക്ട്രിസിറ്റി ആയിട്ട് മാത്രമല്ല ഊർജ്ജമുള്ളത്, പല വിധത്തിലുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലൊരു ഊർജ്ജ നയമാണ് നമുക്ക് വേണ്ടത്, ഊർജ്ജത്തിൻ്റെ ഒരു പോളിസിയാണ് വേണ്ടത്, ഊർജ്ജത്തിൻ്റെയാണ് മന്ത്രിയും വേണ്ടത്. ഇവിടെ ഊർജ്ജത്തിനാണ് ഒരു വകുപ്പും വേണ്ടത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി മാത്രമായിട്ട് പണ്ട് കാലത്ത് മുതൽ ഇലക്ട്രിസിറ്റിയും തുടങ്ങി, പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എനിവേ ഊർജ്ജത്തിന് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ പരമ്പരാഗതമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ ജലസ്രോതസ്സുകളുണ്ട്. ഒരു 100 വർഷം മുമ്പ് ഈവൻ 50 വർഷം മുമ്പ് കേരളത്തിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി വിറക് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിന് വീണ്ടും നേച്ചറിൽ നിന്ന് ഗോബർ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പോസ്റ്റിൽ നിന്നും വേസ്റ്റിൽ നിന്നുമൊക്കെ നമുക്ക് കുക്കിംഗ് ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് പരമ്പരാഗതമായിട്ട് പണ്ട് ഉണ്ടായിരുന്ന നാച്ചുറലായിട്ട് സാധനത്തിന് ഇപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഈ കുക്കിംഗ് ഗ്യാസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതുപോലെ പണ്ട് പല സാധനങ്ങളും ഉണക്കുന്നതൊക്കെ വെയിലത്ത് വെച്ചിട്ടൊക്കെ ഉണക്കി അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഇലക്ട്രിക് ഡ്രയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏലം ഉണക്കാൻ ഇലക്ട്രിക് ഡ്രയർ. പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള സോളാറിന് തന്നെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് സോളാർ പാനൽ ഉപയോഗിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കാം. കാറ്റുകൊണ്ട് തുണിയൊക്കെ പണ്ട് കാറ്റിട്ട് ഉണക്കുമായിരുന്നല്ലോ. അപ്പോൾ കാറ്റിൽ നിന്നും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഫാക്ടറിയിൽ വിറക് ഇട്ടിട്ട് ഉമിയിട്ടിട്ടൊക്കെയാണ് പണ്ട് ഫാക്ടറികളിൽ, ഇപ്പോഴും പല ഫാക്ടറികളിലും ഉമയും വിറകൊക്കെ ഇട്ടിട്ടാണ് കത്തിക്കുന്നത്. അപ്പം പരമ്പരാഗതമായിട്ടുള്ള ഇങ്ങനത്തെ സ്രോതസ്സുകൾ, അതിനുവേണ്ടി നമുക്ക് മരങ്ങളുണ്ടാകണം, വനമുണ്ടാകണം, സോയിൽ കൺസർവേഷൻ, വാട്ടർ കൺസർവേഷൻ, ഇതൊക്കെ നടത്തി കഴിഞ്ഞാലാണ് നമുക്കതുണ്ടാകുക. രണ്ടാമത്, ഇപ്പോഴുള്ള നൂതനമായിട്ടുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അങ്ങനത്തെ ഇന്ധനങ്ങൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് എല്ലാ ഉപഭോക്താക്കൾക്കും കിട്ടണം.
ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നില്ല, ബോംബെയിലാണ് കൂടുതൽ. പക്ഷേ കേരളത്തിലെ വൈദ്യുതി നിരക്ക് ഹിമാചൽ പ്രദേശിൻ്റെ നിരക്കിലേക്ക് വരണമല്ലോ, ചണ്ഡീഗഡിൻ്റെ നിരക്കിലേക്ക് വരാമല്ലോ, ഗുജറാത്തിൻ്റെ നിരക്കിലേക്ക് കൊണ്ടുവരാമല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴുള്ള നിരക്ക് വീണ്ടും കുറയ്ക്കണം. അപ്പോൾ രണ്ട് വിധത്തിലാണ് നമുക്ക് നയം ഉണ്ടാകേണ്ടത്. ഒന്ന്, പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ കൂടുതൽ പരിപോഷിപ്പിക്കണം. രണ്ട്, നിരക്ക് കുറയ്ക്കണം. ആതിരപ്പള്ളി പദ്ധതി വേണം വേണ്ട എന്ന് രണ്ട് പക്ഷമുണ്ട്. ഇതിലേതാണ് ശരി? തീർച്ചയായിട്ടും ആതിരപ്പള്ളി പദ്ധതി വേണ്ട എന്ന് ഞാൻ പറയും. കാരണം മറ്റ് പല വിധത്തിൽ നമുക്ക് ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള അറിവുണ്ട്. ഒന്ന്, സോളാർ പവർ എല്ലാ വീടിൻ്റെ മുകളിലും എല്ലാ ഓഫീസിൻ്റെ മുകളിലും സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആവശ്യമുള്ള കറണ്ട് ഇവിടെ കിട്ടും. അതിനൊരു ടെക്നോളജി ഉണ്ട്, മോഡേൺ ടെക്നോളജികളുണ്ട്. അടുത്ത കാലത്തൊരു ഉദാഹരണം ഞാൻ പറയാം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ളൊരു യുദ്ധം നടക്കുന്നുണ്ടല്ലോ. ഹമാസ് എന്ന തീവ്രവാദി ഒരു കക്ഷികളുമായിട്ടും ഇസ്രായേൽ എന്നൊരു രാജ്യം യുദ്ധം നടക്കുന്നു. അപ്പം അവിടെ ഗാസയിലെ ഒരു ആശുപത്രിയിൽ ഇന്ധനമില്ല, ഇപ്പോൾ പൂട്ടും, കുട്ടികൾ ഇപ്പം ഭയങ്കര പ്രശ്നത്തിലാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പ്രൊപ്പഗൻഡ നടത്തുന്നുണ്ടായിരുന്നു. ഇസ്രായേലിന് ഇന്ധനം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇറാനും വലിയ ആഹ്വാനം നടത്തി, ഇസ്രായേലിന് ആരും ഇന്ധനം കൊടുക്കരുതെന്നുള്ളത്. ഇസ്രായേൽ അത് മൈൻഡ് ചെയ്തില്ല, ഇസ്രായേൽ ഞെട്ടിയില്ല. പക്ഷേ ഗാസയിലെ ഒരു ആശുപത്രിയിൽ ഇന്ധനമില്ല എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ എല്ലാവരും വലിയ ബഹളമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇസ്രായേലിന് ഇന്ധനം ഒരു പ്രശ്നമില്ല? അവർക്ക് ആശ്രയത്വമില്ല. അതിന് ചുറ്റിലും ഇവരെല്ലാം കിടക്കുന്നത്, ഈ ഇന്ധനം ഉണ്ടാക്കുന്നവർ, പെട്രോളിയം ഉണ്ടാക്കുന്നവർ. പക്ഷേ ഇസ്രായേൽ കുലുങ്ങുന്നില്ല. കാരണം ഇസ്രായേൽ സോളാർ പവർ ടെക്നോളജിയിൽ ലോകത്തിലെ നമ്പർ 1 ആണ്. കാരണം അവർക്കറിയാം ഈ ആശ്രയത്വം ഇല്ലാതെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഈ സൗരോർജ്ജം ഉപയോഗിച്ച് അവരുടെ മിക്ക കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ അവരതിനുവേണ്ടി പണിയെടുത്തു. അതേ സൂര്യപ്രകാശം 12 മാസം കിട്ടുന്ന തൊട്ടടുത്തുള്ള ഗാസ സ്ട്രിപ്പിൽ ഈ ഹമാസ് എന്താ ചെയ്ത്, അവർ താഴെ കൂടെ തുരങ്കം ഉണ്ടാക്കുകയും ഇങ്ങനെ റോക്കറ്റ് വിടാനുള്ള പരിപാടിയും അങ്ങനത്തെ ടെററിസം എങ്ങനെ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സോളാർ പവറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, മറ്റ് പരമ്പരാഗതമായിട്ട് മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഈ വനമൊക്കെ നശിപ്പിച്ച് ആതിരപ്പള്ളി പോലെ പദ്ധതി ഉണ്ടാകേണ്ട ആവശ്യമില്ല. രണ്ടാമത്, നമ്മളുടെ തോറിയം എന്ന് പറയുന്ന 30% വേൾഡിൻ്റെ റിസോഴ്സ് ഇവിടെ കിടക്കുകയാണ്. കായംകുളത്ത് തോറിയം ഉപയോഗിച്ചുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി കേരളത്തിന് ഈ സൗത്ത് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളും കൊടുക്കാൻ മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ആതിരപ്പള്ളി പോലെ അത്രയും ഭംഗിയുള്ള ഒരു വനപ്രദേശം നശിപ്പിച്ചു കളയേണ്ട ആവശ്യമില്ല. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്തുകൊണ്ടാണ് കേരളം പ്രയോജനപ്പെടുത്താത്തത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കേരളം പ്രയോജനപ്പെടുത്താത്തതിൻ്റെ കാരണം, ഒന്ന്, ഈ ഇടുക്കി പദ്ധതി പോലെയുള്ള കുറേ ഡാമുകളിൽ നിന്ന് നമ്മളൊന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്നാലും ഇങ്ങനെ കറണ്ട് ഉണ്ടായിക്കോളും എന്നുള്ള ഒരു അനാസ്ഥ എന്ന് പറയാം അതിന്. അപ്പോൾ ആ ഒരു അനാസ്ഥയാണ് ഒരു കാരണം ഈ എന്തുകൊണ്ട് മറ്റൊരിതിലേക്ക് പോകുന്നില്ല. 2013 സോളാർ പവറിന് ഇതൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും സോളാർ പവറിലേക്ക് പോകാനുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ആ സോളാറിന് ഒരു തട്ടിപ്പ് നടന്നു എന്ന് കരുതി അത് ആ ഒരു കൺസെപ്റ്റിനെയും ആ ഒരു പദ്ധതിയെയും തുറക്കം വെക്കാൻ പാടില്ലല്ലോ. അന്ന് എനിക്കറിയാം, സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം, സോളാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ പ്രശ്നമാണ്. പിന്നെ ഈ വാക്ക് ഇവിടെ മിണ്ടിപ്പോരുത്, ഞാൻ കേട്ടിട്ടുള്ളതാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമ്മളിവിടെ പാരമ്പര്യ കാര്യങ്ങൾ വികസിക്കാത്തതിൻ്റെ കാരണം ഒന്ന് അനാസ്ഥ, രണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ. കേന്ദ്ര സർക്കാർ പറയുന്ന ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി എന്താണ് കേരളം നടപ്പിലാക്കാത്തത്? കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം കേരളത്തോട് ഈ പുതിയ സ്മാർട്ട് മീറ്ററുകൾ, അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ടോടെക്സ് അങ്ങനെ എന്താണ് പേര്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൺസെപ്റ്റിലുള്ള മീറ്റർ വെക്കണമെന്നൊക്കെ പറഞ്ഞു. കേരളം ആദ്യം വെക്കാമെന്ന് പറഞ്ഞു, പിന്നെ സമയം വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഞങ്ങളുടേതായ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഞങ്ങളുടേതായ സ്മാർട്ട് മീറ്റർ വെക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടേതായ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെ, അത് കെ ഫോൺ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ കെ ഫോൺ എന്ന് പറയുന്നതാണ് അതിൻ്റെ തടസ്സം. അപ്പോൾ കെ ഫോൺ ഉപയോഗിച്ച് ഈ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും സ്മാർട്ട് മീറ്റർ വെച്ചിട്ട്. ഇനി അതിൻ്റെ ഉപഭോക്താക്കളുടെ കൺസ്യൂമേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കെ ഫോൺ മുഖാന്തരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രശ്നം. കെ ഫോണും അത് നടപ്പാക്കണം. രണ്ട്, പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനും ഈ കെ ഫോണിനും ഒക്കെ കമ്മീഷൻ നന്നായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന വിധത്തിലുള്ള ടോടെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വിധത്തിലുള്ള മീറ്റർ പരിപാടി കേരളത്തിൽ നടപ്പാക്കുന്നതിന് ഇവിടുത്തെ യൂണിയനുകളെ ഉപയോഗിച്ച് എതിർക്കുന്നു.
വൈദ്യുതി കാരണം ഈ ഓഫീസുകളിൽ ഉണ്ടാവുന്ന തീപിടുത്തം തടയാൻ കഴിയില്ലേ? തീപിടുത്തം, എന്ത് തീപിടുത്തവും നമുക്ക് തടയാൻ പറ്റണമല്ലോ. കാരണം തീ പിടിച്ച ഒരാൾ പോലും ഇവിടെ മരിക്കാൻ പാടില്ല. ഞാൻ ഫയർഫോഴ്സിൽ ഇരുന്ന സമയത്ത് ഒരു ആനുവൽ ഫയർ ഓഡിറ്റ് പരിപാടി തുടങ്ങിയിരുന്നു. അന്ന് ആദ്യം ചെയ്ത് എറണാകുളം കളക്ട്രേറ്റാണ്. എറണാകുളം കളക്ട്രേറ്റിൽ വന്നിട്ട് ഫയർ ഓഡിറ്റ് നടത്തിയപ്പോൾ മനസ്സിലായി എറണാകുളം കളക്ട്രേറ്റ് ഒട്ടും സുരക്ഷിതമല്ല. കാരണം അതിൻ്റെ ടെറസിൽ അതിന് ഒരു വെള്ളം വെക്കാൻ സെപ്പറേറ്റ് ടാങ്ക് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അവിടുത്തെ വയറിങ് എന്ന് പറയുന്നത് ഏത് സമയം തീ പിടിക്കാം. അതിൻ്റെ സ്വിച്ചുകൾ, വയറിങ്ങുകൾ, അതുപോലെ അത് കെടുത്താനുള്ള അവർക്ക് പരിശീലനം ഉണ്ടോ, ഇതൊന്നുമില്ല. പിന്നെ ഫയലുകൾ, ഈ തീ പിടിക്കാൻ സാധ്യതയുള്ളതിൻ്റെ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽ എന്ന് പറയും. ഓഫീസുകളിലും ഫർണിച്ചറും ഫർണിഷിങ്ങുകളും ഇൻഫ്ലേമബിൾ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ എല്ലാം തീ പിടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അതിനകത്ത് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫയർ ഓഡിറ്റ് എന്ന് പറയുന്നത് ഓരോ വർഷവും നമ്മളുടെ ഓഫീസുകളിൽ, ഫ്ലാറ്റുകളിൽ ഒക്കെ നടത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാകും. രണ്ട്, അതിൻ്റെ ഒരു കാലാകാലവും PWD മാനുവൽ അനുസരിച്ച് ഈ അറ്റകുറ്റപ്പണികൾ നടത്തണം. സർക്കാർ ഓഫീസുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോഴത്തേനും ഇലക്ട്രിക്കൽ അത് കറക്റ്റാണോ എന്നുള്ളത് അതിനെ ചെക്ക് ചെയ്ത് പ്രോപ്പറാണെന്നുള്ളത് വിലയിരുത്തണം. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീപിടുത്തം ഉണ്ടാവില്ല. പക്ഷേ ചില തീപിടുത്തങ്ങൾ ഉണ്ടാവുന്നത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കുഴപ്പം കൊണ്ടോ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് കുഴപ്പം കൊണ്ടോ അല്ല. സെക്രട്ടേറിയറ്റിലെ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിന് സമയത്ത് സെക്രട്ടേറിയറ്റ് തീ പിടിച്ചില്ലേ? അത് സെക്രട്ടേറിയറ്റ് തീ പിടിച്ചത് അവിടുത്തെ ഫയൽ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചില തീപിടുത്തങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് ഈ കള്ളന്മാർ അവരുടെ കള്ളത്തരം വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി തെളിവ് നശിപ്പിക്കുന്നതാണ്. വീട്ടിലെ കണക്ഷനുകളെല്ലാം 3 ഫേസ് ആക്കണമെന്ന് KSEB കടുംപിടുത്തം പിടിക്കാനുള്ള കാരണം എന്താണ്? കടുംപിടുത്തം പിടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിയമം അനുസരിച്ച് തന്നെ 5 മെഗാവാട്ട് കണക്റ്റഡ് ലോഡ് കൂടുതലായി കഴിഞ്ഞാൽ 3 ഫേസ് വേണമെന്നുള്ളതാണ് ഒരു ഇലക്ട്രിസിറ്റി നിയമം അനുസരിച്ച്. അപ്പോൾ കണക്റ്റഡ് ലോഡ് എന്ന് വെച്ചാൽ എല്ലാ എക്യുപ്മെൻറ്റും എല്ലാ സാധനങ്ങളും കൂടുമ്പോഴത്തേനുള്ള ലോഡ്. അപ്പം അതിൻ്റെ താഴെയാണെന്നും പറഞ്ഞിട്ട് സിംഗിൾ ഫേസിൽ ഇടിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം. ഇനി KSEB അത് പറയുന്നത് ഇതൊരു കാര്യം. മിക്ക വീടുകളിൽ ഇപ്പോൾ AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഗീസർ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് കണക്റ്റഡ് ലോഡ് ഇതിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 3 ഫേസ് വേണം. നാട്ടുകാരതിനെ എതിർക്കുന്നത്, കൺസ്യൂമർ എതിർക്കാൻ കാരണം 3 ഫേസ് ആയി കഴിഞ്ഞാൽ ഉടനെ ഈ ഫേസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 4600 എത്ര രൂപ മറ്റോ അത് കൊടുക്കണം. 2, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടും. പിന്നെ ഇതിൻ്റെ ബാക്കി ചാർജ്, ഇലക്ട്രിസിറ്റി ചാർജുകൾ കൂടാം. മീറ്ററിന് വേണമെങ്കിൽ മാറ്റം ഉണ്ടാകാം, ചാർജ് കൂടാം. അപ്പോൾ ഈ ചാർജ് കൂടുമെന്നുള്ളതാണ് സാധാരണ ഉപഭോക്താക്കൾ അതിനെ എതിർക്കാനുള്ള കാരണം. പക്ഷേ തീർച്ചയായിട്ടും കണക്റ്റഡ് ലോഡ് കൂടുമ്പോൾ 3 ഫേസിലേക്ക് പോകുന്നത് തന്നെയാണ് ഉചിതം. അതാണ് നിയമവും. വൈദ്യുതി കാര്യത്തിൽ സ്വയം പര്യാപ്തത നടക്കില്ലേ? കേരളത്തിൽ ഏകദേശം ഒരു കഴിഞ്ഞ 30 വർഷമായിട്ട് തഴച്ചു വളർന്ന 2 വ്യവസായങ്ങളുണ്ട്. ഒന്ന് ഇൻവേർട്ടർ, 2 സ്റ്റെബിലൈസർ. സ്റ്റെബിലൈസർ കൊണ്ട് ഇവിടെ മുതലാളിമാരായവരില്ലേ? എന്തുകൊണ്ടാണ്? അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പിടിപ്പുകേട് കൊണ്ടും ഇലക്ട്രിസിറ്റി നമ്മൾ സ്വയം പര്യാപ്തരാകാത്തതുകൊണ്ടുമാണ്. ഇത് ഇടുക്കി പദ്ധതി വന്ന് കൂടുതൽ ഇലക്ട്രിസിറ്റി ഉള്ള സമയത്ത് പോലും അങ്ങനെ നടന്നു. അപ്പോൾ ഈ സ്റ്റെബിലൈസർ ബിസിനസ്സുകാർക്കും ഇൻവേർട്ടർ ബിസിനസ്സുകാർക്കും വേണ്ടിയാണോ നമ്മൾ സ്വയം പര്യാപ്തമാകാത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സ്വയം പര്യാപ്തമാണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന സൂര്യപ്രകാശവും ഇവിടെ കിട്ടുന്ന വെള്ളവും ഇവിടെ കിട്ടുന്ന കാറ്റും മറ്റ് വിറക് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്വയം പര്യാപ്തമാണ്. പക്ഷെ അത് ടാപ്പ് ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വൈദ്യുതി ബില്ല് കൂട്ടുന്ന അനുസരിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? വൈദ്യുതി ബില്ല് തീർച്ചയായിട്ടും കൂടാൻ പാടില്ല. കാരണം പറ്റുമെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം. തമിഴ്നാട്ടിലൊക്കെ കൃഷിക്കാർക്ക്, പല സംസ്ഥാനത്ത് കൃഷിക്കാർക്ക് പമ്പ് ചെയ്യാനൊക്കെ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റിങ്ങിന്, അതായത് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയാണല്ലോ ലൈറ്റ് ഉപയോഗിക്കുന്നത്, അതുപോലെ ബാക്കി ഉള്ള നോർമലായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ലോഡ് വരെ ഒരു ഇത്ര ഒരു യൂണിറ്റ് വരെ 300 യൂണിറ്റോ 400 യൂണിറ്റോ ഏതെങ്കിലും അത്ര ഒരു യൂണിറ്റ് വരെ ഫിക്സ് ചെയ്തിട്ട് അതുവരെ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് കേരളത്തിന് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റും. കാരണം അതിന് മാത്രമുള്ള ഊർജ്ജ സ്രോതസ് നമുക്കുണ്ട്. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വെള്ളം മുകളിൽ കിടക്കുന്നത്, 2 സോളാറിൻ്റെ ഉപയോഗം കാറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും, തോറിയത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രീ ആയിട്ട് കേരളത്തിന് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചാർജ് എന്ന് പറയുന്നത് അതിന് മുകളിൽ ദുരുപയോഗം ചെയ്യുന്നതിന് ഇപ്പോൾ ഉള്ളതിൻ്റെ 4 ഇരട്ടിയെങ്കിലും ബില്ല് ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദുരുപയോഗം പാടില്ല, അതേസമയം ആവശ്യക്കാർക്ക് ഫ്രീ ആയിട്ടും കൊടുക്കണം.
നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് കാറുകളും സ്കൂട്ടറുകളും ഒരുപാട് കൂടി വരികയാണ്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ അത് ഭാവിയിൽ അത് വൈദ്യുതി ഒരു പ്രതിസന്ധിയിലേക്ക് പോവുമോ? ഇലക്ട്രിക് കാറുകൾ തീർച്ചയായിട്ടും കൂടി വരണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സൗദി അറേബ്യയുടെയും അല്ലെ ദുബായിയുടെയോ അല്ലെങ്കിൽ ഖത്തറിൻ്റെയോ അവരെയൊന്നും ആശ്രയിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നമുക്ക് നമ്മളുടെ തന്നെ ഊർജം കൊണ്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ആ ഊർജം കൊണ്ട് ജീവിക്കാൻ ഇപ്പോൾ ഉള്ള ഇന്ധനമായ പെട്രോളും ഡീസലിൽ നിന്ന് മാറി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വേറെ സോളാർ കൊണ്ട്, ഇപ്പം ചില കാറുകൾ സോളാർ പാനൽ തന്നെ മുകളിൽ പെയിന്റ് പോലെ കോട്ട് ചെയ്യാവുന്ന ടെക്നോളജി ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ സോളാർ പവറിൽ നിന്ന് തന്നെ ഇലക്ട്രിസിറ്റി കൺവേർഷൻ പോലും ഇല്ലാതെ തന്നെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ടെക്നോളജി ആയിരിക്കണമെന്നില്ല ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇലക്ട്രിക് കാറുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചില രാജ്യങ്ങളൊക്കെ ഇത്ര വർഷം ആകുമ്പോഴത്തേക്ക് 2034 ആകുമ്പോൾ 2030 ആകുമ്പോഴോ കംപ്ലീറ്റ് ഇലക്ട്രിക് കാറുകളായിരിക്കും എന്നൊക്കെയുള്ള നയങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും കേരളവും 2030 ആകുമ്പോഴത്തേനും കേരളത്തിലെ റോഡുകളിലെല്ലാം ഇലക്ട്രിക് കാറുകളാകും, ഇലക്ട്രിക് ബസ്സുകളാകും. ഇപ്പോൾ KSRTC ഇലക്ട്രിക് ബസ്സുകളെ പറ്റി ചിന്തിച്ചു തുടങ്ങിയല്ലോ. അപ്പോൾ എല്ലാ ബസ്സുകളും ഇലക്ട്രിക് ആകും, എല്ലാ കാറുകളും ഇലക്ട്രിക് ആകും, എല്ലാ ലോറികളും ഇലക്ട്രിക് ആകും എന്നുള്ളൊരു നയം തീർച്ചയായിട്ടും നമ്മൾ കേരള സർക്കാർ പ്രഖ്യാപിക്കേണ്ടതാണ് 2030 ആകുമ്പോഴത്തേക്കും. അതിനുള്ള കറണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ തോരയോ നമ്മളുടെ വെള്ളവും നമ്മളുടെ സോളാറും കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഈ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം പോലും ബാറ്ററി ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിട്ട് അധികം കറണ്ടൊന്നും ഇല്ലാതെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്താൽ കൂടുതൽ കിലോമീറ്റർ പോകും. പിന്നെ ഈ ചിലപ്പോൾ ഓടുമ്പോൾ തന്നെ സോളാറിൽ നിന്നോ അല്ലെങ്കിൽ മഴവെള്ളത്തിൽ നിന്നോ ഒക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി രൂപപ്പെട്ട് വന്നേക്കാം. അപ്പോൾ ഈ ഇലക്ട്രിക് കാർ വരുന്നത് കൊണ്ട് കേരളത്തിന് ഇലക്ട്രിസിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് ഇന്ന് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിവ് നമുക്കും അതേപോലെ നമ്മുടെ പ്രേക്ഷകർക്കും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. വിജിലൻസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.